ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കാൻ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങുന്നു. സംസ്ഥാന ദേശീയ തലങ്ങളിൽ നടന്ന കലാകായിക ശാസ്ത്രമേളകളിൽ ഉജ്ജ്വല വിജയം നേടിയ 106 വിദ്യാർത്ഥികളെയാണ് പ്രതിഭാ പുരസ്കാരം 2025-26 നൽകി ആദരിക്കുന്നതെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ 2025-26 വർഷത്തിൽ മാനവേദൻ സ്കൂളിലെ ചുണക്കുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥിനികൾ സബ് ജില്ലാ തലം മുതൽ സബ് ജില്ലയിലും ജില്ലയിലും ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. സബ് ജില്ലാ സ്പോർട്സിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബഹുദൂരം മുന്നിലായി നമ്മൾ ചാമ്പ്യന്മാർ പറഞ്ഞാൽ പോരാ, ഒരുപാട് മികവോടുകൂടി നമ്മൾ ചാമ്പ്യന്മാരായി. നമുക്ക് അതിലുപരിയായിട്ട് ഈ കുട്ടികൾ ജില്ലാ തലത്തിലും പങ്കെടുത്തു. അതിലുപരിയായിട്ട് സംസ്ഥാന ദേശീയ തലങ്ങളിൽ പങ്കെടുത്ത കുട്ടികളെ മാത്രം ആദരിക്കാനുള്ള ഒരു ചടങ്ങ് ഈ വരുന്ന 30-ാം തീയതി വെള്ളിയാഴ്ച നടക്കുകയാണ്. അപ്പം ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ PTA SMC ഭാരവാഹികളും അതുപോലെ തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടു കൂടി നമ്മുടെ ആദരണീയമായിട്ടുള്ള നിലമ്പൂർ MLA ആര്യാട് ഷൗക്കത്ത് അവരുടെ പിന്തുണയും ഈ പ്രോഗ്രാമിനുണ്ട്. ഈ പ്രോഗ്രാം വളരെ വിപുലമായ തോതിലാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേര് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതിഭാ പുരസ്കാരം 2025-26 എന്ന പേരിലാണിത് ഈ ചടങ്ങ് അവതരിപ്പിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും 3 ചടങ്ങുകളാണ് ഈ വരുന്ന 30-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്നത്. രാവിലെ 9 മണിക്ക് നമ്മൾ ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു. നമ്മുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മികവ് പുലർത്തിയ 106 പ്രതിഭകൾ മാനവേദൻ സ്കൂളിലെന്ന് പറയുമ്പോൾ വളരെ ഒരു അഭിമാനമാണ്. ഈ വിദ്യാർത്ഥികൾക്കുള്ള ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണീയായിട്ടുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ പത്മിനി ഗോപിനാഥ് അവர்களാണ്. ഇവർ രാവിലെ 9 മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. കുട്ടികളിന് പുറമെ NSS വോളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ NCC, SPC, JRC വളണ്ടിയേഴ്സ്, ഇത്രയും കുട്ടികളുടെയും ജനപ്രതിനിധികളുടെയും PTA SMC ഭാരവാഹികളുടെയും അധ്യാപകരുടെയും ഒപ്പമാണ് നമ്മൾ ഘോഷയാത്ര നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്നിലേക്ക് പോകുന്നത്. ജനുവരി 30 വെള്ളിയാഴ്ച സ്കൂൾ മാനേജ്മെന്റും നാട്ടുകാരും സംയുക്തമായി വിപുലമായ പരിപാടികളോടെ ആഘോഷം സംഘടിപ്പിക്കും. വർണ്ണാഭമായ ഘോഷയാത്ര വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിക്കും. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന യാത്രയിൽ 106 പ്രതിഭകൾക്കൊപ്പം സ്കൂളിലെ SPC, NCC, JRC കേഡറ്റുകളും NSS വോളണ്ടിയർമാരും അണിനിരക്കും. ചന്തക്കുന്നിൽ വെച്ച് ഡ്രൈവേഴ്സ് യൂണിയന്റെയും ജനതപടിയിൽ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണവും ലഘുഭക്ഷണവും നൽകും. രാവിലെ 10:30 സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുമോദന സമ്മേളനം നിലമ്പൂർ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിക്കും. നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാരും ചടങ്ങിൽ സംബന്ധിക്കും. വിജയികൾക്ക് നഗരസഭയുടെ മെഡലുകൾ സമ്മാനിക്കും. ശ്രദ്ധേയരായ പ്രതിഭകൾ നാഷണൽ കിക്ക് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ആയിഷ കമാലിയ, ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ ആതിഫ്, ദേശീയ ഫുട്ബോൾ താരങ്ങളായ അലീന അഷറഫ്, മാളവിക, നഷ, അങ്കിത, ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ശ്രദ്ധ, വയലിനിൽ മികച്ച നേട്ടം കൈവരിച്ച യദു എന്നിവർക്കൊപ്പം A ഗ്രേഡ് നേടിയ വൃന്ദവാദ്യം, സംഘനൃത്തം ടീമുകളെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ അനിൽകുമാർ, PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC ചെയർപേഴ്സൺ മുഹമ്മദ് കോയ കടവത്ത്, കൌൺസിലർ ഷിഹാബ്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഷീദ്, കായികാധ്യാപകൻ ഷാഹിദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.